ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് വൈറലായ ചെമ്മീൻ നിർമ്മാണം തയ്യാറാക്കിയാലോ? അപ്പോൾ ഇതാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ നമുക്ക് ചെമ്മീൻ ഒന്ന് കോട്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 5 പച്ചമുളക് എനിക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10-15 അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്ത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അതിന് ആ ഒരു പച്ച കളർ വേണ്ടേ, അതിന് വേണ്ടി നമുക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചെടുക്കാം. കൊഞ്ചിൻ്റെ തല ഞാൻ എടുത്തിട്ടില്ല, കൊഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി മസാലയെല്ലാം നമുക്കിതാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മസാലയെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാലേ നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കൊഞ്ചിലെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് വരുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഫ്രൈ ചെയ്യാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് എണ്ണയിലോട്ടങ്ങ് പറക്കി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കൊഞ്ച് പെട്ടെന്ന് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതാ കൊഞ്ച് നമ്മൾ ഓരോന്നായിട്ടങ്ങ് പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കൊഞ്ചിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്നിട്ട് നമുക്കിത് കോരി മാറ്റി കൊടുക്കാവുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നമ്മൾ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൊഞ്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള കൊഞ്ചും നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൂട് ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള ഗ്രീൻ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രീൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നല്ലൊരു മണം വരുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കുറുകിയ തേങ്ങയുടെ പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ആട്ടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ നിർവ്വാണം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.